സുന്ദരമായ ഒരു ദിനത്തിൽ എല്ലാവിധ അഭിവാദികളും ഈ ദൗത്യം ഈ ഭരണസമിതി അവസാനിക്കുന്നതിനിടെ നല്ല രീതിയിൽ യൂസഫ് അലി പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. ജികാറ്റിൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങളെ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് പൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് DTO സൂചിപ്പിച്ചതുപോലെ, ശ്രീ KP രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ, വനിതകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി രൂപപ്പെടുന്നത്. വനിതകളെ സാമ്പത്തിക സ്വയം പര്യാപ്തത വനിതകളുടെ ഇടയിലുള്ളൊരു വലിയ വിഷയമാണ്. ആ വലിയ വിഷയമുണ്ടാക്കുന്ന ചില പരിമിതികളെ മറികടക്കാൻ സർക്കാരിൻ്റെ ഈ തീരുമാനം സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ വനിതകൾക്ക് തിരഞ്ഞെടുത്ത ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിൻ്റെ ഈ നയം മൂലം ഉണ്ടാകുന്ന ഇവിടുത്തെ നമ്മുടെ നേട്ടം. തീർച്ചയായിട്ടും ഇവിടെ ഏതൊക്കെ ബസ് റൂട്ടുകളിലാണ്, ഏതൊക്കെ ബസ്സുകളിലാണ് അത് ലഭ്യമാവുക എന്ന് DTO ഇവിടെ വിശദീകരിച്ചു. നമ്മുടെ പൊന്നാനി ഡിപ്പോയിൽ നിന്ന് പോകുന്ന 20ഓളം ബസ്സുകളിൽ ഇത് ലഭ്യമാവുമെന്ന് അദ്ദേഹം നമ്മെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, ആ ബസ്സുകളുടെ ഒരു പേര് വിവരം ഒന്ന് ഒരു പട്ടികയായിട്ടോ അല്ലെങ്കിൽ ഒരു PDF ഫയലായിട്ടോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് സഹായകമാവും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ
ഈ സ്കീമിൽ പെടാത്ത ബസ്സുകളിൽ അറിയാതെ യാത്ര ചെയ്യാൻ തുനിയുകയും അവിടെ ഈ പറഞ്ഞ സൗജന്യം ലഭ്യമാകാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ DTO നമ്മുടെ ഈ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഏതൊക്കെ ബസ്സുകളിലാണ്, ഏത് റൂട്ടുകളിലാണ് ഇത് ലഭ്യമാവുക എന്നുള്ളത് ഒന്ന് പ്രദർശിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, ഇത് സർക്കാർ വാക്കുപാലിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ വലിയൊരു സൂചന കൂടിയാണിത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആളുകളെ വോട്ടിന് വേണ്ടി സമീപിച്ചപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അണിയറ മുൻനിര പ്രവർത്തകർ പറഞ്ഞ ഒരു വാഗ്ദാനമായിരുന്നു വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര, KSRTC യാത്ര എന്നുള്ളത്. ആ വിഷയം ഇവിടെ പൂർത്തിയാവുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു ചാരിതാർത്ഥ്യം ഇന്ന് സർക്കാരിനുണ്ട്, അതുമായി ബന്ധപ്പെട്ടവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ആഹ്ലാദാരവങ്ങളോടെ ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. രണ്ടാമതായിട്ട്, KSRTC സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് പരാതികളും പരിഭവങ്ങളും KSRTCയുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ നിരവധിയായ റൂട്ടുകൾ, ഈ പൊന്നാനി ഡിപ്പോയിൽ നിന്ന് തന്നെയുള്ള 1.5 ഡസനോളം റൂട്ടുകൾ നമ്മൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. പലവിധ കാരണങ്ങളാൽ പല കാലങ്ങളിലായിട്ട്. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് പുനഃസ്ഥാപിക്കുന്ന നടപടികൾ നമുക്ക് കൈക്കൊള്ളണം. കാരണം ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സമൂഹത്തിൽ ഒരു 60%-70% ആളുകളും KSRTCയെയും ലൈൻ ബസ്സുകളെയും ആശ്രയിച്ചിട്ടാണ് അവരുടെ എല്ലാ വ്യവഹാരങ്ങളും മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ടവൻ്റെ ഒരു ആശ്രയമാണ്. ഇന്ന് 4 വീലറും 2 വീലറുമുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ടെങ്കിലും ബസ്സിനെ ആശ്രയിച്ചും ബസ്സിൽ പോയും കാര്യങ്ങൾ നിറവേറ്റുന്ന നിരവധിയായ ആളുകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെയൊക്കെ ഒരു ആശ്രയമാണ് KSRTC. അപ്പോൾ KSRTCക്ക് കൂടുതൽ സർവീസുകൾ ഉണ്ടാകണം, അല്ലെങ്കിൽ നിലവിൽ ഉണ്ടായിരുന്ന സർവീസുകൾ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഈ ഒരു ജനകീയ ഐക്യത്തെ, ആ ആവശ്യം നേടിയെടുക്കാനും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇത് സംസ്ഥാനത്തിൻ്റെ പൊതുവായൊരു കാര്യം. ഇവിടെ നടക്കുന്നൊരു ഉദ്ഘാടനമാണ്. നമുക്ക് പൊന്നാനിക്ക് വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരും വരുന്ന ആളുകളിൽ ഒരുമിച്ച് മുന്നിട്ടിറങ്ങണം. അതിൻ്റെ നിരവധിയായ റൂട്ടുകളെ സംബന്ധിച്ചിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പല ആളുകളും ആ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു റൂട്ട് ഇപ്പോൾ ഓർക്കുന്നത് നമ്മുടെ പഴഞ്ഞി വഴി പൊന്നാനി കുന്നംകുളം ബസ്സാണ്. ആ ബസ് ഒരുപാട് പേരുടെ ആശ്രയമായിരുന്നു എന്നൊരുപാട് പാവപ്പെട്ട വൃദ്ധരായ ആളുകളൊക്കെ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തിരൂർ പൊന്നാനി റൂട്ടിലും വലിയ ബസ്സുകളുടെ പോരായ്മയുണ്ട്. അങ്ങനെ